ഇതൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നൈറ്റിയുടെ മെറ്റീരിയൽ ഉണ്ടായിരുന്നല്ലോ, നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ ആ നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആദ്യം അതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 തവണ മടക്കില്ലേ, അപ്പോൾ ഇത് ഒറ്റ തവണ മടക്കിയിട്ടാണ് ഞാനത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ആദ്യം ഒന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യും, പിന്നെ നമ്മൾ ഒന്നുകൂടെ അത് മടക്കിയിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഒരുമിച്ച് തന്നെ അങ്ങോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല കേട്ടോ. ഒരുമിച്ച് അങ്ങ് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊരു ചുളിഞ്ഞ് നിൽക്കും, അത്ര ഒരു നീറ്റിൽ കിട്ടില്ലേ. നമ്മൾ ഈ അംബ്രല്ല ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ താഴ്വശം നമ്മൾ മടക്കി അടിക്കില്ലേ, അതുപോലെ. അപ്പോൾ ആദ്യം ഒരു തവണ ഒന്ന് മടക്കി വെറുതെ ഒന്ന് മടക്കി തയ്ക്കും, പിന്നീട് അത് ഒന്നുകൂടെ ഒന്ന് മടക്കി തയ്ക്കുകയാണല്ലോ ചെയ്യാറ്. അപ്പോൾ അതുപോലെയാണ് കേട്ടോ ഇത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ആ പീസിൻ്റെ അടിവശം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും ശരി, ചെറിയൊരു ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അല്ലേ, അത് കുഴപ്പമില്ല, നമുക്കത് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കത് മാക്സിയുടെ ഫ്രണ്ട് ഭാഗത്താണ് വെക്കുന്നതെന്ന് പറഞ്ഞില്ല. അപ്പം നമ്മളത് കഴുത്തൊക്കെ മടക്കി അടിക്കാൻ വേണ്ടി ഒരു കട്ട് പീസ് വെക്കില്ലേ, അപ്പോൾ അതിന് പകരം ഞാൻ ഈ ഒരു തുണി കൊണ്ട് തന്നെ കേട്ടോ അത് ഈ മാക്സിയുടെ കഴുത്ത് ഞാൻ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനത് മാക്സിയുടെ മുകളിൽ വെച്ചിട്ട് ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കഴുത്തിൻ്റെ അവിടെ കറക്റ്റ് ഞാൻ റൗണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ അതൊന്ന് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ കഴുത്തുണ്ടല്ലോ അത് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മാക്സിയുടെ ഉൾവശം ഉണ്ടല്ലോ, ആ ഉൾവശത്ത് ഇട്ടിട്ടാണ് ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നല്ല വശത്തേക്ക് നമ്മുടെ ആ കട്ട് പീസിൻ്റെ നല്ല വശം രണ്ടും ഇങ്ങനെ കാണണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ തുണി ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നുകൂടെ ആ കഴുത്തിൻ്റെ അരികിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം, എന്നാലാണ് അത് ഒന്നുകൂടെ ഒരു പെർഫെക്റ്റായിട്ട് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ അതിൻ്റെ അടിവശം ഉണ്ടല്ലോ, അടിവശം ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് ഒന്ന് ആദ്യം തീർത്തെടുക്കട്ടെ. കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് തീർത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അടിവശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ കഴുത്ത് വശമൊക്കെ സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഈ ഭാഗം, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിങ്ങനെ പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ, അതിങ്ങനെ തെന്നിപ്പോവാതിരിക്കാൻ. കാരണം ഇത് കോട്ടൻ്റെ നൈറ്റിയാണ്, പക്ഷേ ആ വെള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതൊരു ഷിഫോണിൻ്റെ ഒരു മെറ്റീരിയലാണ്, കോട്ടൺ അല്ല. അപ്പോൾ അതിങ്ങനെ തെന്നിപ്പോവും, നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ ഞാൻ മാക്സിയുടെ കൂടെ അത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആ ഭാഗത്ത് ഒരു ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഡാർക്ക് വയലറ്റ് കളറാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വൈറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ രസമുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഈ ഒരു കളറാണ് വെച്ച് കൊടുത്തത് കേട്ടോ. എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നത്. ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെ നമ്മുടെ ടൈമിനനുസരിച്ച് നമ്മളങ്ങ് ചെയ്യുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ലൈസ് വെച്ച് കൊടുത്തു. ഇനി ലൈസ് കണ്ടില്ലേ, ഇപ്പം ഇങ്ങനെയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ അടിവശം ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അതൊന്ന് പൊന്തി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ സ്റ്റിച്ച് അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒതുങ്ങി കിടന്നോളൂ, ആ ഭാഗത്ത് ഇങ്ങനെ പൊന്തി നിൽക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. വേറെ വെള്ള ലൈസാണെങ്കിൽ ഒന്നുകൂടെ രസമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്നാലും ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ആ ലൈസിൻ്റെ ബാക്കി കൊണ്ട് തന്നെ ഞാൻ കഴുത്തിൻ്റെ ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈസിന് 1 മീറ്ററിന് 18 രൂപ എങ്ങനെ ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ കഴുത്തിൻ്റെ ആ ഭാഗത്ത് കൂടെ ഇതിൻ്റെ ലൈസ് വെച്ച് കൊടുക്കേണ്ടത്, എന്നാലാണ് ഒരു ഭംഗി തോന്നുന്നത്. അപ്പോൾ ആ കഴുത്തിന് വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ അത് മടക്കിയിട്ട്, കാരണം ആ ലൈസിന് മുഴുവനായിട്ട് കാണാതെ കുറച്ച് കണ്ടാൽ മതി എന്നുള്ളൊരിതിൽ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് ആ ലൈസ് നല്ലതുപോലെ നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കഴുത്തിൻ്റെ അവിടെയും ഇതിൻ്റെ താഴ്വശത്തും ഇതുപോലെയാണ് ഞാൻ ലൈസ് വെച്ച് കൊടുക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഈ ഒരു കഴുത്തിൻ്റെ ഈ ഒരു നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ അവിടെ ലൈസ് വെച്ച് കൊടുത്തു, അതുപോലെ തന്നെ താഴെയും ലൈസ് വെച്ച് കൊടുത്തു. ഇത് ഈ ഒരു വൈറ്റിൽ ഈ ഒരു വയലറ്റ് പൂക്കളുള്ള ഈ ഒരു മെറ്റീരിയൽ പണ്ടേ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാട്ടോ, ഒരു കട്ട് പീസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി ബാലൻസ് ആയിട്ട് ഇത്രയും ഒരു ലൈസ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഫ്രണ്ടിൽ അവിടെ അങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു, അത് വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട് ഭാഗം നമ്മുടെ കഴിഞ്ഞു. ഇനി ബാക്ക് വശത്തെ കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ മാക്സിയുടെ തന്നെ ഒരു കട്ട് പീസ് ഉണ്ടായിരുന്നു, അതെടുത്തു. എന്നിട്ട് നമ്മുടെ ബാക്ക് കഴുത്ത് അതിൻ്റെ മുകളിൽ ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ തുണിയിൽ കഴുത്തിൻ്റെ ആ ഒരു അതേ മോഡലിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ വെച്ച് കൊടുത്തതുപോലെ തന്നെ മാക്സിയുടെ മുകളിൽ
നല്ല വശത്താണ് വെച്ച് കൊടുക്കണം. നല്ല വശത്ത് ഇതുപോലെ വിരിച്ചിട്ട് കൊടുക്കുക. കഴുത്തിൻ്റെ ഭാഗം കറക്റ്റായിട്ട് പോവാതെ നമ്മളത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കൊരു പിന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതിന് പിന്നൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. നമുക്കിനി എൻ്റെ കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് ഏകദേശം ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം നമ്മളതിൻ്റെ നല്ല വശത്തിട്ടിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ഇനി നമുക്കതൊന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുകൂടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു വിധം വീഡിയോയിലൊക്കെ ഞാനിങ്ങനെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാറ്റിലും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു ബോറായിട്ട് തോന്നും. അപ്പോൾ ഇതുപോലെ അപ്പുറത്തേക്ക് ഇട്ടിട്ട് ഇതുപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇതൊന്ന് ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നാലേ അതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഈ പിൻട്രസ്റ്റിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ നൈറ്റീസൊക്കെ കാണുമ്പോൾ ഞാൻ അതേ മോഡലിൽ, അപ്പോൾ ഈ ഒരു മെറ്റീരിയലിലാണെങ്കിൽ അത്ര റേറ്റൊന്നുമില്ല, ഒരു 160 ആ റേറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് തയ്ച്ച് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ആ റേറ്റൊക്കെ മതി. നമ്മുടെ റോഡിലൂടെ വണ്ടികൾ പോണതിൻ്റെ ശബ്ദങ്ങളൊക്കെ നല്ല ഡിസ്റ്റർബ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തയ്ച്ച് പഠിക്കുമ്പോൾ നമുക്ക് അത്ര റേറ്റുള്ള മെറ്റീരിയലൊന്നും വാങ്ങിച്ച് പരീക്ഷിക്കാതിരിക്കുക. അപ്പോൾ ഞാൻ എന്തായാലും എനിക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി നമ്മൾ 2 ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം, ഈ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോൾഡറിലെ ആ ഒരു തയ്യൽ തുമ്പൊക്കെ ഉണ്ടാവില്ലേ, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുരിദാറൊക്കെ റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ലേ, അപ്പോൾ അതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം ഇത് കോട്ടൺ മാത്രമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു ഷിഫോണിൻ്റെ ഈ ഒരു മെറ്റീരിയൽ കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നത് കാരണം അതിൻ്റെ ഈ ഒരു നൂലിങ്ങനെ പറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. നമ്മളെല്ലാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ആ ഷോൾഡറിൻ്റെ അവിടുത്തെ തയ്യൽ തുമ്പ് കാണാതിരിക്കുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ അതിന് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മളങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഷോൾഡറിൻ്റെ അവിടുത്തെ തയ്യൽ തുമ്പ് കാണാനും നല്ല നീറ്റായിരിക്കും കേട്ടോ. എനിക്കിത് ഫസ്റ്റ് ടൈം ഒന്നും എനിക്കിത് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായിട്ടുണ്ടായില്ല. ഞാനങ്ങനെ കുറേ സ്റ്റിച്ച് ചെയ്യും, എന്നിട്ട് അത് കുളമായിരിക്കും, അങ്ങനെ പിന്നെ അത് പറിച്ചെടുക്കും, അങ്ങനെയൊക്കെയാണ് എനിക്ക് ശരിയായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എന്തായാലും ഇപ്പോൾ എനിക്ക് നല്ല ഈസിയാണ് കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല, നമുക്ക് ചിലപ്പോൾ ഷോൾഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗം കറക്റ്റായി. ഇനി നമുക്ക് അപ്പുറത്തെ ഷോൾഡറും കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല വൃത്തിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ തയ്യൽ തുമ്പ് കാണാതെ വരുമ്പോൾ. അപ്പോൾ ഇനി അപ്പുറത്തെ ഭാഗം കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനിനി ഷേപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിപ്പോൾ ഒരു ചുരിദാറിൻ്റെ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നത്. ചുരിദാറാണെങ്കിലും മാക്സി ആണെങ്കിലും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് എടുക്കാറ്. അപ്പോൾ ഇനി ഇത് ഒരു സൈഡ് അങ്ങോട്ട് താഴെ വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ഷേപ്പ് ചെയ്തതിന് ശേഷമാണ് അടിവശം മടക്കി അടിക്കാറ് കേട്ടോ. ചില ആളുകൾ കൈ വെച്ച് കൊടുത്തതിന് ശേഷം ഷേപ്പ് ചെയ്യാറുണ്ട്. ഞാൻ ഷേപ്പ് ചെയ്തു അടിവശമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൈയിൻ്റെ ആ ഒരു സെക്ഷൻ ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇനി നമുക്ക് 2 വശം നമുക്ക് അങ്ങോട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് നമ്മൾക്ക് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അതുകൂടെ ഒന്ന് ചെയ്യണം. ഞാനിതിൻ്റെ അടിവശം അത്യാവശ്യം നല്ല വീതിയിൽ തന്നെയാണ് കേട്ടോ മടക്കി തയ്ക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് കോട്ടൻ്റെ ഒരു നൈറ്റി ആയതുകൊണ്ട് നന്നായിട്ട് ചുരുങ്ങി കയറാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് തുണി നന്നായി മടക്കി തയ്ച്ചാൽ ഇനി വേണമെങ്കിൽ നമുക്കത് വിടർത്തിയിട്ട് ചെറുതാക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കൈയാണ് ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ കൈയിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു മാക്സിയുടെ അതേ കളർ വയലറ്റ് മെറ്റീരിയൽ തന്നെ എടുക്കാമെന്ന്. പിന്നെ എനിക്ക് തോന്നി വേണ്ട, നമുക്ക് ഈ ഒരു വെള്ള കളറ് ആ ഒരു ഷിഫോണിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു പീസ് കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കൈയിനുള്ളത് അങ്ങ് വെട്ടിയെടുക്കും. അപ്പോൾ 4ആയി മടക്കിയിട്ടിട്ട് കൈയിൻ്റെ ആ ഒരു ഷേപ്പിൽ അങ്ങ് മാർക്ക് ചെയ്തിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. വയലറ്റ് ആകുമ്പോൾ എനിക്ക് കൈ ഒരു ഇച്ചിരി ഇറക്കത്തിൽ കിടക്കുന്നതാണ് ഇപ്പോൾ ഇഷ്ടം. അപ്പോൾ വയലറ്റിൽ കൈ ഇറക്കമുണ്ട്, പക്ഷേ എനിക്ക് തോന്നി ഈ മെറ്റീരിയൽ മതിയെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്തത്. വയലറ്റ് ആണെങ്കിലും രസമുണ്ട്, വെള്ളയാണെങ്കിലും രസമുണ്ട് അങ്ങനെ. അപ്പോൾ ഇനി ഇത് വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നും കയ്യിനൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊരു ചെറിയൊരു മാർക്കൊക്കെ ഇട്ട് കൊടുക്കണം. ഞാൻ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഇങ്ങനത്തെ ഒരു മാർക്ക് ചെയ്യണ സംഭവങ്ങളൊക്കെ ഒരു ചെറിയൊരു കട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ. ഇതൊക്കെ ഞാൻ എൻ്റെ ചെറിയ അച്ഛൻ ടൈലറായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ടിപ്സുകളൊക്കെ കണ്ടു പഠിച്ചതാട്ടോ പണ്ടൊക്കെ അങ്ങനെ. അപ്പോൾ ഞാൻ കയ്യിൻ്റെ അവിടെ ഞാൻ ചെറിയൊരു പൈപ്പിങ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാക്സിയുടെ അതേ കളറിൽ തന്നെയുള്ള ചെറിയൊരു പൈപ്പിങ്. അതെനിക്ക് തോന്നി കുറച്ച് വീതിയിൽ വെക്കാമെന്ന്. പക്ഷേ വീതിയിൽ വെക്കുമ്പോൾ അതൊരു രസമില്ല, ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ ഞാൻ തോന്നി ചെറിയൊരു പൈപ്പിങ് വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ ഒരു രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്.
പിന്നെ നമ്മുടെ പരീക്ഷണങ്ങളാകുമ്പോൾ പല പല തരത്തിലുള്ള മോഡലുകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ അപ്പോൾ ഒരു ചെറിയ പൈപ്പിങ് ഞാൻ കയ്യിന് വെച്ച് കൊടുത്തു. ഇനി നമുക്കത് നമ്മുടെ കൈക്കുഴിയുടെ അതിൽ വെച്ചു ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ചില ആളുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കൈ ആദ്യം എത്രയാണോ നമുക്ക് വണ്ണം വേണ്ടത് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം കൈ അതിൽ വെച്ച് പിടിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ ഇതുപോലെയാണ് കേട്ടോ, തയ്ച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൈവണ്ണം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാറ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു കൈ സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞു. നമുക്കിനി അടുത്ത കൈയും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതേ 2 കൈയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാക്സിയുടെ റിസൾട്ട് എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ മാക്സി റെഡി ആയിട്ടുണ്ട്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിത് സ്റ്റിച്ച് ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് പറയല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ വയലറ്റിൽ ആ ഒരു വെള്ള മെറ്റീരിയൽ, ആ കുഞ്ഞു വയലറ്റ് പൂക്കൾ വരുന്നുണ്ടല്ലോ, ആ ഒരു മെറ്റീരിയലും പിന്നെ ആ ഒരു ലൈസൊക്കെ ചേർന്നപ്പോഴാണ് ഈ മാക്സി ഒന്നും കൂടെ ഒരു ഭംഗിയായത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ മാക്സിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു മോഡലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ.